മാതൃകയാണ്, നിങ്ങൾക്ക് മാതൃകയാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ചെറുപ്പക്കാരൻ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അനാചാരമെന്ന് ധൈര്യസമേതം വിളിച്ചു പറഞ്ഞെങ്കിൽ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഉത്സവമെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അന്ധവിശ്വാസത്തിന്റെ ഉറവിടവും നിലവിളവുമായ ബിംബങ്ങളെല്ലാം തകർത്ത് തരിപ്പണമായി ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളിൽ കിടക്കുമ്പോഴും ആ നാട്ടുകാർ സംശയലേഖമെന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ലഖദ് സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. കാരണം ഇബ്രാഹിം നബി അത്രത്തോളം സമൂഹത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഇത് യുവാക്കളുടെ ബാധ്യതയാണ്. ഇത് വിശദീകരിക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് സന്ദർഭമുണ്ട് എങ്കിൽ ഇത് ഓരോന്നിനെയും നമുക്ക് വിശദീകരിക്കാം. ചിന്തിക്കുക, അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ യുവാക്കൾക്കെന്നും വിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം മാതൃകയാക്കി കാണിക്കുന്നുണ്ട് എങ്കിൽ യഥാർത്ഥ ജീവിത ലക്ഷ്യബോധം മറന്നുകൊണ്ട് മദ്യക്കുപ്പികൾക്ക് നടുവിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, അതല്ല എങ്കിൽ ഇഷ്ടപ്പെടുന്ന സിനിമാ തമ്പുരാക്കന്മാർക്ക് വേണ്ടി നാലാള് കൂടുന്നിടത്തെല്ലാം കുഴത്തൻ കളർക്ക ചവിട്ടുകൾ കെട്ടിയുണ്ടാക്കി അവർക്ക് വേണ്ടി ഫാൻസുകൾ ഫെയർ അസോസിയേഷൻ ഉണ്ടാക്കുവാനും അവർക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാനും സിനിമയുടെ മോഹവലയങ്ങളുടേതായ പിന്നാലെ പരക്കം പായുകയും ചെയ്ത് അതിനൊക്കെ വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ചെറുപ്പക്കാർ, നാലാംകിട രാഷ്ട്രീയക്കാരന്റെ കാൽക്കീഴിലേക്ക് ജീവിതത്തെ വലിച്ചെറിഞ്ഞിട്ട് അവർക്കെല്ലാം വേണ്ടി പാദയാത്രയുടെ നിശബ്ദതയിൽ ചുമരുകളിൽ കുമ്മാരം വരയ്ക്കുവാനും അവർക്ക് വേണ്ടി പോസ്റ്ററൊട്ടിക്കുവാനും അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുവാനും വേണ്ടി വന്നാൽ അവരുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് സ്വന്തം സമുദായത്തിൽ പെട്ടവണ്ട് കഴുത്തിന്റെ കടക്കൽ തന്നെ കത്തുപൊത്തി ഇറക്കാനും യാതൊരുവിധ മടിയുമില്ലാത്ത ജീവിതത്തിന്റെ ലക്ഷ്യബോധം മറന്നുപോയ നഷ്ടത്തിന്റെ പാതയിലൂടെ സംഭവിക്കുന്നതായ യുവാക്കൾക്ക് വിശുദ്ധമായ ഖുർആൻ വഴികാട്ടുകയാണ്. സമർപ്പണ മനോഭാവത്തോടുകൂടി ഒരു ജീവിതമുണ്ടാകട്ടെ. അത് മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം. പടച്ചവന് വേണ്ടി സ്വയം സമർപ്പിതനാകുക, അല്ലാഹുവിന് വേണ്ടി തന്റെ യൗവനത്തെയും ജീവിതത്തെയും സമർപ്പിക്കുവാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ 21ാം നൂറ്റാണ്ടിലെ യുവാക്കൾക്ക് മാതൃകയാണ്. അത് ഇസ്മായിൽ നബിയെ പോലെ അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക, പടച്ചവന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്ന് മാത്രമല്ല, അഭിഹിത ബന്ധങ്ങളുടെയും പ്രേമത്തിന്റെയും മറ്റുള്ള അവിശുദ്ധ ബന്ധങ്ങളുടെയും മാലിന്യങ്ങൾ പേറിക്കൊണ്ട് ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന യുവാക്കളുണ്ട് എങ്കിൽ അവിടെയും വിശുദ്ധമായ ഖുർആൻ വഴികാട്ടുന്നില്ലേ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് സുന്ദരനായ സുമകനായ ആരെയും മയക്കിക്കളയുന്ന സൗന്ദര്യത്തിന്റെ ഉടമസ്ഥനായിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബി ആഗ്രഹിച്ചുകൊണ്ട് ഈജിപ്തിലെ സുന്ദരികളായ കുബേരകുമാരിമാർ കടന്നു വന്നുവെങ്കിൽ ഇന്നീ അഖാഫുല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പ്രത്യേകമായ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ തന്റെ ജീവിതത്തിന്റെ പരിശുദ്ധിയും പാതിവൃത്യവും കളങ്കപ്പെടുത്തി കളയാതെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മഅല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ഞാൻ അഭയം പ്രാപിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വേള അതിൽ നിന്നുമെല്ലാം മാറി നിന്നുവെങ്കിൽ അവിടെയും 21ാം നൂറ്റാണ്ടിലെ യുവ സമൂഹത്തിന് വിശുദ്ധമായ ഖുർആൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മാതൃക കാട്ടുകയാണ്. അവിടെയും തീർന്നിട്ടില്ല. രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ മാറി വരുമ്പോഴും അധികാരം കയ്യിൽ വെല്ലയിൽ വെച്ചുകൊണ്ട് എന്തഹങ്കാരവും പ്രവർത്തിക്കാമെന്ന് കരുതുന്നതായ അധികാരികളുടെ കാലഘട്ടത്തിൽ അധികാരി വർഗത്തെ ഭയപ്പെട്ടുകൊണ്ട് പടച്ച തമ്പുരാന് പൊരുത്തപ്പെട്ട ജീവിതമങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ടാകും. ഒരുപക്ഷെ ഇസ്ലാമിന്റേതായ താൽപര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നെഞ്ചുവരെ ദാടി വളർത്തിയാൽ ഭീകരവാദി എന്ന് മുദ്രകുത്തുന്ന ഒരു കാലഘട്ടമായേക്കാം. തൊപ്പി ധരിച്ചുകൊണ്ട് നടന്നാൽ മതമൗലികവാദി എന്ന് മുദ്രകുത്തുന്ന കാലഘട്ടമായേക്കാം. അതുമല്ല എങ്കിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞു പരിചയപ്പെടുത്തിയ പരിപൂർണവും പരിശുദ്ധവുമായ വസ്ത്രധാരണം, സ്ത്രീകൾ അവരുടെ ശരീരത്തെ മുഴുവനും മറച്ചു പിടിക്കേണ്ടുന്ന ഒരു വസ്ത്രമായ പർദ എന്ന പരിപൂർണമായ വസ്ത്രത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ,
വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു ചെറുപ്പക്കാരിയെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഒരു ചെറുപ്പക്കാരിയെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തി അവൻ എങ്ങനെയാകണം? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൾ വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കിന് കുബേരകുമാരന്മാരെ മോഹിച്ചു പോകുന്ന സൗന്ദര്യമാതകത്തിടമായിരുന്ന അതിനേക്കാളേറെ സന്മാർഗത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും മകളോദാഹരണമായിരുന്ന ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൾ, ആ മകളെ പറ്റി ഖുർആൻ പറഞ്ഞില്ല തംശി അലസ്തഹിയ, അവൻ ലജ്ജയോടുകൂടി ജീവിച്ചവളാണ്. ലജ്ജയോടുകൂടി ജീവിച്ചവളാണ്. ചിന്തിക്ക്, ഇന്ന് മുസ്ലിം സമൂഹത്തിലെ യുവതികൾക്ക് എല്ലാമുണ്ട് എങ്കിലും ഈ ലജ്ജ എന്ന് പറയുന്നതുണ്ടോ? തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം അന്യപുരുഷന്റെ മുന്നിൽ മറച്ചു വെക്കണമെന്നുള്ള യാഥാർത്ഥ്യബോധമില്ലാതെ എല്ലാവരുടെയും മുന്നിലൂടെ ശരീരത്തിന്റെ തടിപ്പും തുടിപ്പും വെളുപ്പും പുറത്തു കാട്ടുകൊണ്ട് നടക്കാൻ വിധിക്കപ്പെട്ട യുവതികളുടെ കാലഘട്ടമാണ് എങ്കിൽ അവിടെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നു തംശി അലസ്തഹിയ, ലജ്ജയുണ്ടാകട്ടെ. പൊതുസമൂഹത്തോട് ഇടപഴകുമ്പോഴായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പേര് പറയുമ്പോൾ അതിലേക്ക് അപകടകരമായ പല പ്രസ്താവനകളും നമുക്ക് കാണാം. ഈ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ ശോഷണം ഒരു ചൂഷണമാക്കി മാറ്റി പള്ളികളുടെ തിണ്ണകൾ മുഴുവനും കയറിയിറങ്ങി കോലിപ്പണിക്കാരന്റെ വിയർപ്പിന്റെ അംശമുള്ള സമ്പത്ത് പോലും വിരിച്ചെടുത്തിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിന്റെ എല്ലാം ആസ്ഥാനത്ത് ആസനം കെട്ടിവെച്ച് അവിടെ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ വളച്ചൊടിച്ച് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനവും മഹത്വവും മൂല്യവുമൊക്കെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പലതരപ്പറ്റി പരിചയപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ വളച്ചൊടിച്ച് സമൂഹത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം മേനി നടിക്കുന്നവരൊക്കെ പർദ എന്ന പരിശുദ്ധമായ വസ്ത്രത്തെ കളങ്കപ്പെടുത്തി എല്ലായിടത്തും പെണ്ണുങ്ങൾക്ക് കണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കാൻ പറ്റുമോ എന്നിത്യാദി വളരെ മോശവും മ്ലേച്ഛവുമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അവിടെയാണ് ഖുർആൻ പറഞ്ഞത് ഒരു യുവതിക്ക് ബോധമുണ്ടാകണം, അവൻ ലജ്ജയുള്ളവനാകണം. അങ്ങനെ സാമൂഹ്യമായ ഒരു ഒഴുക്കിനൊത്ത് അതല്ലെങ്കിൽ ഭരണാധികാരികളെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ പടച്ചവനെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് റസൂലിനെ അങ്ങ് മാറ്റിവെച്ചിട്ട് സത്യത്തെയും നീതിയെയും അവകാശത്തെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാർ അവിടെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയാകേണ്ടുന്നവരെല്ലാം നിങ്ങൾ എത്രയോ വലിയ ബലവില ഭീകരന്മാരായ ഭരണാധികാരികൾ ലോക സമൂഹത്തിന് മുന്നിൽ കടന്നുപോയിട്ടുണ്ട്. ഈജിപ്തിന്റെ തെരുമോരങ്ങളിൽ ഈജിപ്ത് എന്ന രാജ്യത്തിന്റെ തെരുമോരങ്ങളിൽ നിരപരാധികളായ സ്ത്രീകളെ അതിക്രൂരമായി മാനഭംഗം ചെയ്തുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും നിലത്തടിച്ച് ബലപ്പെടുത്തിയ ഫറോവ എന്ന ഭയങ്കരനായ അധികാരി കടന്നുപോയിട്ടില്ലേ? ഇസ്ലാമിനെതിരെ സകലവിധ തീവ്രവാദത്തിന്റെയും ചാപ്പ് കുത്തിക്കൊണ്ട് നിർബന്ധ മതപരിവർത്തനം ഈ നാടിന്റെ തെരുവോരങ്ങളിൽ നടക്കുന്നു എന്ന് പറഞ്ഞ ഫറോ, ഇത് ഖുർആനാണ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ. ഫറോവ എന്ന് പറയുന്ന ഭയങ്കരനായ ചക്രവർത്തി ലോക സമൂഹത്തിന് മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞില്ലേ, മൂസയുടെ കൂടെയുള്ള ചെറുപ്പക്കാരും മൂസയും ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നിർബന്ധ മതപരിവർത്തനം നടത്തുവാനും അതിലൂടെ ഈ രാജ്യത്ത് ഭീകരാന്തരീക്ഷവും തീവ്രവാദവും സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫറോവ പറഞ്ഞ വാക്കുകളാണ്. വിശുദ്ധമായ ഖുർആനിന്റെ ഈ വാക്കുകളെ കാലഘട്ടത്തിലെ ആനുകാലിക സംഭവ വികാസങ്ങളുമായി കൂട്ടിച്ചേർത്ത് നമ്മൾ വായിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ പറയുന്ന അധികാരികളൊക്കെ കടന്നു വന്നുവെങ്കിലും ഖുർആൻ പരിചയപ്പെടുത്തുന്നു അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക, പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. അവിടെയാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, സമാ ആമനു മൂസ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അൻ യഫ്തിനുഹും വഇന്ന ഫിർഔന ലആലിൻ ഫിൽ അർദ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, അതിഭയങ്കരനായ ഭീകരനായ ചക്രവർത്തിയായ ഫറോവയുടെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ വിപ്ലവ പോരാളി കടന്നു വന്നപ്പോഴും ന്യൂനപക്ഷ വിശ്വാസി സമൂഹത്തിന് സ്വാതന്ത്ര്യവും അവകാശങ്ങളും കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിന്റെ തെരുവോരങ്ങളിൽ മഹാനവറുകൾ ജീവിതം നടത്തിയപ്പോഴും മൂസാ നബിയോടൊപ്പം ചേരാൻ ഒരു നേതാവിയും ഒന്നുണ്ടായിരുന്നില്ല. മൂസാ നബിയോടൊപ്പം ചേരാൻ ഒരു പ്രമാണിയും അവിടെ ഉണ്ടായിരുന്നില്ല.
നിഷ്പ്രഭുത്വത്തിന്റെയും ദുഷ്ടപ്രമാണിത്വത്തിന്റെയും വ്യക്താക്കളൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ ഇസ്ലാം എന്ന ആദർശ ജീവിതത്തെ തള്ളിക്കളഞ്ഞപ്പോഴും ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു, ഫമാ ആമന മൂസ ഇല്ലാ ദുർരിയ്യത്തുൻ മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം. ഫറോവയുടെ ഭൂരിപക്ഷ വർഗീയ കങ്കാലമാരുടെയും എല്ലാവിധ ക്രൂരങ്ങളും എല്ലാവിധ അക്രമങ്ങളും ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തിലും മൂസാ നബിയോടൊപ്പം ചേരാൻ ചെറുപ്പക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചെറുപ്പക്കാർ മാത്രമായി. ഇവിടെയൊക്കെ വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് യുവാക്കളുടെ പങ്കെന്താണ്. യുവാക്കളുടെ പങ്കെന്താണ്. പടച്ചവന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഒരു നല്ല ജീവിത മുഹൂർത്തങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ യുവാക്കൾക്ക് സാധിക്കണം. ഈ രാജ്യത്തിന്റെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ കടന്നു വരുന്ന ഒരു തിങ്കളാഴ്ച ഒരു ജനുവരി 12 നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ യുവജന ദിനമായി ആചരിക്കുമ്പോൾ അവിടെ മുസ്ലിം സമൂഹത്തിൽ ഒരു അപകർഷതാബോധം ഉണ്ടാകണ്ട. നമുക്കിതിലൊന്നും ഒരു പങ്കുമില്ല, നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒരു അപകർഷതാബോധം ഉണ്ടാകേണ്ട. സത്യസന്ധമായ രീതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാൽ ഈ രാജ്യത്തൊന്നും സത്യവും നീതിയും പുലർന്നു കാണാൻ അഹോരാത്രം നിഷ്കളങ്കമായ സേവനങ്ങൾ അനുഷ്ഠിച്ചത് ഈ സമൂഹത്തിന്റെ മുസ്ലിം ചെറുപ്പക്കാർ തന്നെയായിരുന്നു. നൂറ്റാണ്ടുകൾ മുമ്പുള്ള സത്യസന്ധമായ ചരിത്രം പഠിക്കുക. നമുക്കറിയോ, ഈ രാജ്യത്ത് അതിഭയങ്കരമായ ദാഹിർ എന്നു പേരുള്ള ഒരു രാജാവിന്റെ നേതൃത്വത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അക്രമ ഭരണം നടപ്പിൽ വരുത്തപ്പെട്ടപ്പോഴും ഭരണകൂട ഭീകരവാദം കൊടുമ്പിരി കൊണ്ട് നിന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ എത്രത്തോളം എന്നാൽ കടലോര പ്രദേശങ്ങളിലൂടെ കടലുകളിലൂടെ പോലും അന്യനാട്ടിലുള്ള ആളുകൾക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാതെ ഹജ്ജിന് വേണ്ടി പോയതായ മുസ്ലിമുകളായ പാവപ്പെട്ടവരെ പിടിച്ച് അവരെ തുറങ്കിലെടുത്ത് അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്ന ദാഹിർ രാജാവിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും പുലർന്നു കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇസ്ലാമിന്റെ പതാകയുമായി കടന്നു വന്ന മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം റഹ്മത്തുള്ളാഹി തആല അലൈഹി കേവലം 16 വയസ്സുള്ള പടനായകനായിരുന്നു. എന്തിനാ കടന്നു വന്നത്? ഈ രാജ്യത്ത് സമാധാനമുണ്ടാകണമെന്നുള്ള ആഗ്രഹം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ ഈ രാജ്യത്ത് സമാധാനമുണ്ടാകാനുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കേരള സംസ്ഥാനത്തിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങളുമായി കടന്നു വന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ടല്ലോ, അല്ലെ? നമ്മൾ ചിന്തിച്ചേ, അവിടെയൊക്കെ ഇസ്ലാം ഭാഷ പോലും അറിയില്ല. ഏതോ ഒരു വേഷം ധരിച്ചുകൊണ്ട് ഏതോ ഒരു സംസ്കാരവുമായി ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വന്നപ്പോൾ പറയുന്നത് എന്തെന്ന് പോലും തിരിച്ചറിയാതെ, എന്നാൽ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് കീഴാള ജനവിഭാഗങ്ങളിൽപ്പെട്ടവർ ആ ഇസ്ലാമിനെ സ്വീകരിക്കാൻ താല്പര്യപ്പെട്ടത് റേഷൻ കാർഡ് കൊടുത്താരെയും